തൃശ്ശൂരിൽ കനത്ത മഴ തുടരുകയാണ്. തിയോഫിൻ ചേരുന്നു. തിയോഫിൻ, തൃശ്ശൂരിൽ എങ്ങനെയാണ് മഴയുടെ ഒരു അവസ്ഥ? ഷമി, തൃശ്ശൂരിൽ ശക്തമായ മഴയും ഇടിമിന്നൽ ഉൾപ്പെടെ മഴ തുടരുകയാണ്. ഇപ്പോൾ തന്നെ തുടർച്ചയായി ഇടിമിന്നൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ മഴ രാവിലെ ഉണ്ടായ കനത്ത മഴയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും താഴ്ന്ന റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. താഴ്ന്ന പ്രദേശങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ഉയർന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടുണ്ടാകുന്നു. ഈ പെയ്തിറങ്ങിയ മഴയുടെ അളവ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ തൃശ്ശൂരിൽ ഉണ്ടായതിന് സമാനമായ രീതിയിൽ തന്നെ മഴ പെയ്തിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലായതുകൊണ്ട് തന്നെ ഈ വെള്ളം ഒഴുകി പോകാനുള്ളൊരു സാഹചര്യമില്ലാതെ വരികയും റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നഗരത്തിലെ അല്പം താഴ്ന്ന പ്രദേശങ്ങളായ വടക്കേ സ്റ്റാൻഡിന് സമീപത്തുള്ള റോഡുകളിൽ ഷൊർണൂർ റോഡ്, വടക്കേ സ്റ്റാൻഡിലേക്കുള്ള റോഡ്, ഇക്കണ്ടവാര്യർ റോഡ്, ഈ റോഡിലെല്ലാം വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. ഇവിടെ വാഹനങ്ങൾ കടന്നു പോകാൻ പ്രയാസമായതുകൊണ്ട് തന്നെ വലിയ ഗതാഗത കുരുക്കും ഈ ഭാഗത്തും ഇതിന് ചുറ്റുമുള്ള പ്രദേശത്തും നഗരത്തിലാകെ ഇപ്പോൾ വലിയ ഗതാഗത കുരുക്കും രൂപപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. പൊതുവെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പലപ്പോഴും ചെറിയ മഴയുണ്ടെങ്കിൽ പോലും ഗതാഗത കുരുക്ക് രൂപപ്പെടുന്നൊരു സാഹചര്യമാണ്. കാരണം മിക്കവാറും വാഹനങ്ങളെല്ലാം തൃശ്ശൂർ സ്വരാജ് റൗണ്ടിനെ ചുറ്റി പോകുന്ന അല്ലെങ്കിൽ ആശ്രയിച്ച് പോകുന്ന ഒരു സാഹചര്യമാണ് തൃശ്ശൂരിലുള്ളത്. ഈ ലിങ്ക് റോഡുകൾ കുറവായതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ MG റോഡും കുറുപ്പൻ റോഡും ഉൾപ്പെടെയുള്ള റോഡുകളെല്ലാം ഈ സ്വരാജ് റൗണ്ടിലേക്ക് കടന്നു പോകേണ്ടത് വരുന്നു. അതുകൊണ്ട് തന്നെ കിഴക്കേക്കോട്ടയിലും പടിഞ്ഞാറേക്കോട്ടയിലും MG റോഡിലുമൊക്കെ പലപ്പോഴും ഗതാഗത കുരുക്ക് രൂപപ്പെടാറുള്ളതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമാണ് ഗതാഗത കുരുക്ക്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്ന് അയ്യന്തോളിലേക്ക് പോകുന്ന റോഡിലും പടിഞ്ഞാറേക്കോട്ട കാഞ്ഞാണി റോഡിലുമൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഈ വലിയ ഇരുചക്ര വാഹനങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അത്തരത്തിലൊരു വിഷയമുണ്ടാകുന്നുണ്ട്. ഈ പടിഞ്ഞാറേക്കോട്ടയിലും സമീപ പ്രദേശങ്ങളിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇക്കണ്ടവാര്യർ ഭാഗത്തുമെല്ലാം റോഡിൽ വെള്ളം ഉയർന്നതുകൊണ്ട് തന്നെ സമീപത്തുള്ള വീടുകളിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാത്ത സാഹചര്യവും ചിലയിടത്ത് റോഡിൽ നിന്ന് വീടിൻ്റെ മുറ്റത്തേക്കും കാർപോർച്ചിലേക്കും വരെ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി. മഴ അല്പസമയം മുൻപ് കുറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോഴിതാ മഴ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശക്തമായ മഴ തൃശ്ശൂരിൽ തുടരുകയാണ്. അതോടൊപ്പം തന്നെ ഭയപ്പെടുത്തുന്ന രീതിയിൽ ഇടിമിന്നലും ഉണ്ടാകുന്നുണ്ട്. ഷമി, തിയോഫിനി, ചാലക്കുടിപ്പുഴ, ഒപ്പം തന്നെ ആതിരപ്പള്ളി അങ്ങനെയുള്ള പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങളിലേക്ക് പോകുമ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ഇന്നത്തെ സാഹചര്യത്തിൽ ഷമി, ഈ മലയോര പ്രദേശങ്ങളിലും മഴയുണ്ടെന്നാണ് അറിവ്. ശക്തമായ മഴ പലയിടത്തും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരേപോലെ ജില്ല മുഴുവൻ വ്യാപകമായി ഒറ്റ രീതിയിലല്ല മഴ പെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ശക്തമായ മഴ, ഒറ്റപ്പെട്ട മഴകൾ പെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിടത്ത് ശക്തി കൂടുതലാണെങ്കിൽ മറ്റൊരിടത്ത് ശക്തി കുറവ്. അങ്ങനെ വളരെ അടുത്ത സ്ഥലങ്ങളിൽ പോലും ശക്തി കൂടിയും അല്പം ദൂരെ മാറി ശക്തി കുറഞ്ഞ രീതിയിലും അങ്ങനെയെല്ലാം വ്യത്യസ്തമായ രീതിയിലുള്ള മഴ ലഭിക്കുന്നു. ജില്ലയിലാകമാനം തന്നെ വ്യാപകമായി ഇടിമിന്നൽ അനുഭവപ്പെടുന്നുണ്ട്. അത്തരത്തിലൊരു വലിയ ശക്തമായ മഴ രൂപപ്പെട്ടിരിക്കുന്നു. ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾക്കറിയാം, നേരത്തെ കഴിഞ്ഞ ദിവസം ചാലക്കുടി പുഴയിൽ നിന്നുള്ള കൈവഴികളിലെല്ലാം ജലനിരപ്പ് ഉയർന്നിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ പ്രധാനമായും കോൾപ്പാടങ്ങളാണ് ഏറ്റവും കൂടുതൽ ജലം വന്നിറങ്ങുന്ന സ്ഥലം. അത് മണലിപ്പുഴയും ചാലക്കുടി പുഴയും ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇതെല്ലാം ഒഴുകിയെത്തുന്നത്, ഈ കരുവന്നൂർ പുഴ, ഇതെല്ലാം ഇവിടെ നിന്നെല്ലാം വെള്ളം ഒഴുകിയെത്തുന്നത് കോൾപ്പാടം വഴിയാണ്. കോൾപ്പാടം വഴി ഒഴുകിയെത്തി അവിടെ നിന്നുള്ള ബണ്ടുകൾ കടന്ന് കടലിലേക്ക് പോവുകയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്കിൻ്റെ രീതി. അത്തരത്തിൽ നോക്കുമ്പോൾ കോൾപ്പാടങ്ങളിലൊക്കെ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ഇന്നലെയും ഇന്നുമൊക്കെയായി ജലനിരപ്പ് ഉയർന്നതായി വരുന്നുണ്ട്. കാരണം വലിയ ശക്തമായ മഴ ഇവിടെ ഇല്ലെങ്കിൽ പോലും കിഴക്കൻ മേഖലകളിൽ പലപ്പോഴും നദികളുടെ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്ന് മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൃശ്ശൂർ ജില്ലയിലും തീരമേഖലയിലുമൊക്കെ പെയ്തിറങ്ങുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ്. അതും വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. തീരമേഖലയിൽ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശത്ത് പലയിടത്തും വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. റോഡിലും വെള്ളം കെട്ടി നിൽക്കുന്നു. ഇതും ഒഴിവാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ ദേശീയപാത അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം പലയിടത്തും ഈ റോഡ് മുറിച്ച് കടന്നുപോയിക്കൊണ്ടിരുന്ന ഈ ജലനിർഗമന മാർഗങ്ങളുണ്ട്. അത്തരം തോടുകളും കനാലുകളുമൊക്കെ പകുതി മാത്രം നിർമ്മാണ പ്രവർത്തനം നടത്തുകയും ബാക്കി അടഞ്ഞുകിടക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ പറ്റാത്തൊരു സാഹചര്യം, പ്രത്യേകിച്ച് ഈ ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തു നിന്നും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പൊതുവെ ഇവിടെ ജലത്തിൻ്റെ ഒഴുക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്, കടലിലേക്ക് ഒഴുകിപ്പോകേണ്ട ജലമാണ്.
അത് ഒഴുകിപ്പോകാത്ത സാഹചര്യത്തിൽ പലയിടത്തും കഴിഞ്ഞ ദിവസം പെരിഞ്ഞനം ഭാഗത്ത് മൂന്നുപീടിക ബൈപ്പാസിൻ്റെ കിഴക്കുവശത്ത് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. അത്തരത്തിലുള്ള വെള്ളക്കെട്ടുകൾ പലയിടത്തും രൂപപ്പെടുന്നുണ്ട്. ഈ ദേശീയപാത നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയെല്ലാം ഈ ജലനിർഗമന മാർഗങ്ങൾ ഒരുപക്ഷെ അത് തുറന്ന് വെള്ളം ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കിയില്ലെങ്കിൽ വെള്ളക്കെട്ട് അത്തരം പ്രദേശങ്ങളിലും തുടരും. ഈ തീരമേഖലയോട് അടുത്തുള്ള പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇപ്പോൾ തൃശ്ശൂർ നഗരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ചാലക്കുടി, അതിരപ്പള്ളി മേഖലകളിലും മഴയുണ്ടെന്നാണ് വിവരം. ഷമി. തിയോഫിൻ, ഏതെങ്കിലും തരത്തിലുള്ള അപായങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങൾ, അപകടങ്ങൾ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഷമി, ഇതുവരെയും അത്തരത്തിൽ അപായങ്ങളോ മറ്റ് പ്രശ്നങ്ങളോ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. എന്നാൽ മുൻകരുതൽ പാലിക്കണം എന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, വെള്ളത്തിൽ കുളിക്കാനായി വെള്ളത്തിൽ ഇറങ്ങാതിരിക്കുക എന്ന മുന്നറിയിപ്പുണ്ട്. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവർ ഈ നദികളോട്, കോൾപ്പാടങ്ങളോടൊക്കെ ചേർന്ന് താഴെ താമസിക്കുന്ന ആളുകൾ ജലനിരപ്പ് ഉയരുന്നുണ്ടെങ്കിൽ ഇവരെ മാറ്റി പാർപ്പിക്കാനുള്ള മുന്നറിയിപ്പ്, ഒരു നടപടികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ വളരെ പെട്ടെന്ന് തന്നെ എടുക്കണം. ഇതെല്ലാം മുൻകരുതലോടുകൂടി വളരെ ശ്രദ്ധിച്ച് അത്തരത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റാനുള്ള നടപടി സ്വീകരിക്കണം എന്ന മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആവശ്യമെങ്കിൽ എവിടെ വേണമെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ തുടങ്ങാനുള്ള ഒട്ടുമിക്ക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിലും ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. എത്ര വേഗത്തിൽ വേണമെങ്കിലും അതിന് നടപടി സ്വീകരിക്കാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികളും ജില്ലാ ഭരണകൂടവും തയ്യാറുമാണ്. ഷമി.